ഭൂമി പുറത്ത് അവളെ ജീവനോടെ വെച്ചുകൊണ്ട് എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ ചിന്തിച്ചിട്ടേയില്ല. എന്റെ കാല് കഴുകി തുടയ്ക്കാൻ അവള് തയ്യാറായ പോലും നീട്ടിവെച്ചൊന്നും കൊടുക്കില്ല ഞാൻ. അതിനു പോലും അവൾക്ക് യോഗ്യതയില്ലെന്നാ എന്റെ വിശ്വാസം. പക്ഷേ ഞാൻ വിയർപ്പൊഴുക്കി സമ്പാദിച്ചുണ്ടാക്കിയ എന്റെ സംരംഭത്തിൽ എന്നോടൊപ്പമോ അതോ എനിക്ക് മേലെയോ ഒരു സ്ഥാനം, അവിടെ അവളിപ്പോ എത്തി നിൽക്കുന്നത്. അവന്റെ വാശിയല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? അല്ല, ഇത് സൂര്യയുടെ വാശിയല്ല, ഈ വാശി അവളുടേതാണ്. ഇരിക്കാൻ പോകുന്ന സ്ഥാനപ്പേരിന്റെ വലിപ്പമോ വിലയോ അറിയില്ലെങ്കിലും നമുക്കെല്ലാവർക്കും ഒപ്പം എത്തണമെന്നുള്ള അവളുടെ വാശി. അവളുടെ താളത്തിന് തുള്ളാൻ സൂര്യ പോലെ ഒരുത്തനെ കിട്ടിയതിന്റെ ആഘോഷം. മമ്മി, ലീഗലി അത് പോസിബിൾ ആണോ? മമ്മി അറിയാതെ അങ്ങനെ ഒരു നിയമനം നടത്താൻ സൂര്യക്ക് സാധിക്കൂ? ഇറ്റ്സ് നോട്ട് എ ലീഗൽ ഇഷ്യൂ. നാളെ എന്തെങ്കിലും ലീഗൽ പ്രശ്നം ഉന്നയിച്ച് അവളുടെ സ്ഥാനം ചോദ്യം ചെയ്യാനാണെങ്കിൽ പോലും എന്റെ ഓഫീസിൽ എന്നെ അനുസരിക്കാൻ മാത്രം ശീലിച്ചവരുടെ മുന്നിൽ നഷ്ടപ്പെട്ട എന്റെ മാനം തിരിച്ചു കിട്ടുമോ? കുറച്ചു നേരം ആ ഓഫീസിൽ ഒരു സ്വീപ്പറിന്റെ വില പോലും ഇല്ലാതെ നിൽക്കേണ്ടി വന്നു എനിക്ക്. ദാറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ഹർ. ഞാൻ ആട്ടിപ്പായിക്കാനാണ് ഇത്രയും നാള് ശ്രമിച്ചത്. ഇല്ലാതാക്കാൻ തന്നെ നോക്കണമായിരുന്നു. കൊല്ലണം, കൊന്നുകളയണം. മമ്മി, അമ്മയും മകനും തമ്മില് അംഗം വെട്ടാൻ തുടങ്ങിയിട്ടേ നാളുകൾ കുറച്ചായി. പലപ്പോഴും അവൻ തന്നെ ജയിച്ചിട്ടുണ്ട്, അതിൽ കൂടുതൽ ഞാൻ അവനെയും. പക്ഷേ അവന്റെ ജീവിതത്തിൽ ആ വേലക്കാരി വന്നു കയറിയ നിമിഷം മുതൽ ഇങ്ങോട്ട് ജയം മുഴുവനും അവനായിരുന്നു, തോൽവികൾ എനിക്കും. മറക്കാനോ പൊറുക്കാനോ പറ്റില്ല, അവസാനിപ്പിക്കാനേ പറ്റൂ. സർ, ഞാനിതിന്ന് എഴുന്നേക്കട്ടെ സർ? തനിക്ക് ഇതിലിരിക്കാനുള്ള ധൈര്യം ഉണ്ടായ പോരെ? അതിനുള്ള മാർഗം ഇപ്പൊ വരും. ആ വാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ശങ്കർ, ഞാൻ പറഞ്ഞ പോലെ എല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ? ഉണ്ട് സർ. സർ. നന്ദിനി, താൻ ഈ സീറ്റിലെത്തിയതിനു ശേഷം കുറെ ആളുകൾ വന്നു, തനിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ തന്നു. ഓക്കെ, അപ്പോ ഞാനും എന്തെങ്കിലും തനിക്ക് തരണ്ടേ? ദിസ് ഈസ് മൈ ഗിഫ്റ്റ്. എന്താ സർ ഇത്? ആ, തുറന്നു നോക്ക്, ഇഷ്ടാവൂന്ന് അറിയാലോ. അയ്യോ, എന്റെ താനിയൊരമ്മ. തന്റെ ധൈര്യം, തന്റെ കരുത്ത്, താന്നിയൂരമ്മ. ഇനി മുതല് തനിക്ക് കൂട്ടായിട്ട് ഈ ക്യാബിനുണ്ടാവും. ഇതിനേക്കാൾ ധൈര്യം വേറൊന്നും വേണ്ടല്ലോ. വേണം? താനിയൊരമ്മ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും ധൈര്യം ഉണ്ടാവും സർ. ഓക്കെ, ഈ ക്യാബിൽ ഇനി ഈ ഒരു ചിത്രം മാത്രമേ പാടുള്ളൂ. ഓക്കെ സർ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സകല ഫോട്ടോസും എടുത്തു മാറ്റിയിട്ട് ആ സ്ഥലത്ത് ഇത് ഫിക്സ് ചെയ്യണം. ശരി സർ, ഇപ്പൊ തന്നെ മാറ്റിയേക്കാം. സർ, റിമൂവ് ഇറ്റ്.
ഓക്കെ ആണോ? ഓക്കെയാ സർ, ഒരു മിനിറ്റ്. ഞാനൊരു ഫോട്ടോ തരാം, അതോടെ വെക്കോ? എന്താടോ എടുക്ക്. എന്താ അത് കാണട്ടെ? അയ്യോ വേണ്ട സർ, വെച്ചു കഴിഞ്ഞ് സാർ കണ്ടാ മതി.